വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉത്രാട ദിനമാണ്. അപ്പോൾ ഉത്രാട ദിനത്തിൻ്റെ അന്ന് നമ്മളെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. നാളെ തിരുവോണം, അപ്പോൾ തറവാട്ടിൽ. അപ്പോൾ ഇന്ന് നമ്മളെ സദ്യയും അങ്ങനെ ഒരുപാട് ഇതായിട്ട് നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ്. ഞാനും മിന്നും ഇവിടെ കോടിയൊക്കെ ഇട്ടിരിക്കുകയല്ലേ മിന്നു, അടിപൊളി സുന്ദരി കുട്ടികളായി ഇരിക്കുകയാണ് ഞങ്ങള്. അപ്പൊ ഒട്ടും വൈകാണ്ട് നമുക്ക് നേരെ വീഡിയോ. ഇന്ന് നമ്മുടെ വീട്ടിലെ സദ്യയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സദ്യക്ക് സാമ്പാറാണ് മെയിൻ. സാമ്പാറുണ്ട്, അവിയലുണ്ട്, ഓലനോ അങ്ങനത്തെ സംഭവമുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്. പിന്നെ നമ്മുടെ അമ്മ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് എന്താ പേരൊന്നും നമുക്കറിയില്ല. ഒരു ബീട്രൂട്ട് ഉണ്ട്, അച്ചാറല്ല എന്നാൽ പച്ചടി അല്ലാത്തൊരു സംഭവം. അത് കഴിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ കഞ്ഞിക്കുട്ടിയാണെന്ന് നിങ്ങൾക്കറിയാമോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് അങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. നമ്മളെ തറവാട്ടിൽ നിന്ന് അച്ഛൻ, അച്ഛമ്മ, മേമ, പാപ്പൻ, ആൻറ്റി, അല്ലു, പിന്നെ പിന്നെ രാകേഷ് ഡോക്ടറും വൈഫും മോനും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോട്ടേട്ടൻ. ഇത് പായസം മിന്നു, അടിപൊളി സേമിയ പായസം, മധുരമുള്ള സേമിയ പായസം. നമ്മുടെ അല്ലുക്കുട്ടൻ ഇതാ വണ്ടി ഓടിച്ച് വരുന്നത്. നമ്മുടെ അല്ലുക്കുട്ടൻ ഇരിക്കുകയാണ്, ഓണക്കോടി ഒക്കെ ഇട്ടിരിക്കുകയാണ്. എന്നത്തെ പോലെ നമ്മളെ ലോങ് എന്ന് പറയാനുള്ള വീഡിയോ ഒന്നുമില്ല, ഒരു ചെറിയ വ്ലോഗ് അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ എങ്ങനെയാ, നമ്മുടെ ഓണ ദിവസം എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി ചെറിയ വീഡിയോ, അല്ലാതെ വലിയ വീഡിയോ ഒന്നും. നമ്മുടെ സ്പെഷ്യൽ ഫുഡുകളെ നമുക്ക് പരിചയപ്പെടുത്താം. അതിന് നമ്മൾ അടുക്കളയിലേക്ക് പോകണം. നമ്മുടെ ഷെഫ് ഇതാണ് ജിനിഷ MP ഷെഫാണ്. ഇവിടെ ഇതൊക്കെയുണ്ട്. കിച്ചടി എൻ്റെ ഫേവറേറ്റ് ആണ്. കിച്ചടി, പച്ചടി, ഞാൻ തോന്നുന്നു ഓല. പിന്നെ ഇതാ പുളിയഞ്ചി, അത് മെയിനാണ്. പുളിയഞ്ചിയും കിച്ചടിയും. അവി അത് കൂട്ടുകറിയല്ലേ, സോളന്. ഇത് അവിയല്, തോലൻ. ഇത് ഇത് കൂട്ടുകറി, ഇത് ഓല. പേര് മാറിപ്പോയി. ഇത് ക്യാബേജ് ഉപ്പേരി, രസമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം. ഇതിൽ കുറെ ആര് ഉണ്ടോ. ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും എന്തായാലും സദ്യ ഉണ്ടാക്കുമ്പോൾ അതിൽ പൊരിച്ച മീനില്ലാതെ ഒരു കളിയില്ല. ആണ് ഞങ്ങൾ ചീറ്റൊന്നും വിളിക്കുന്നത്. പൊരിച്ച മീനില്ലാതെ ഒരു സദ്യ ഇല്ല ഞങ്ങൾക്ക്. ഞാൻ പപ്പടാണ്. ഓ സോറി. അപ്പൊ മീനാരാ പൊരിക്കുന്നത്? അസിസ്റ്റന്റ് ഷെഫ് പ്രമീള. ഇപ്പൊ ശരിക്കും മഹാബലിയാണ്
കിട്ടാറില്ല. ഇപ്രാവശ്യം എന്നോട് ഒരാൾ കണ്ടു ടീഷർട്ട് ജീൻസിലെ. അപ്പോൾ ചോദിച്ചു ഇത് ആരാണ്? അപ്പോൾ പറയാ എന്നെ മനസ്സിലായില്ല, ഞാൻ ബംഗാളി മഹാബലിയാണ്. കേരള മലയാളി മഹാബലി ഇപ്പോൾ കാണാനില്ല. ആ അവസ്ഥ ഓണത്തിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ കഴിക്കാം, എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞ സദ്യ ഉണ്ടാവില്ല. അപ്പോൾ എന്നോട് പറയാം എന്ത് സദ്യ, നമുക്ക് മജ്മൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കേരള ഇപ്പം മാറിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് രഞ്ജിത്ത് ഭായിനെ ഈ സദ്യ കിട്ടും വലിയ ഭാഗ്യമല്ലേ? അപ്പം ഓണം ആശംസകൾ. പായസം പൂവി പൊന്നാവണിയ പൂത്തുമ്പി പെണ്ണെ പൂക്കാലം വന്നേ പൂന്തേനുണ്ടു നീ പൂക്കാവടിയാടേണ്ടേ പൊന്നൂഞ്ഞാലാടേണ്ടേ പൂങ്കാറ്റിൻ തേരേറിവാ തിരുവോണകുന്നേണ്ടേ തിരുവാതിരയാടേണ്ടേ താളത്തിൽ ചാഞ്ചാടിവാ സദ്യയൊക്കെ കഴിച്ച് ഹാപ്പിയായി അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മുടെ ഗസ്റ്റായി വന്നത് ഡോക്ടറാണ്. നമുക്ക് ഡോക്ടറോട് ചോദിച്ചു നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഡോക്ടർ? എന്റെ കുമ്പ കണ്ടറിയാം. നല്ല സദ്യ കഴിച്ചിട്ട് നല്ല ഉഷാറായി. വന്ന സമയത്ത് വേറെ രൂപമുണ്ടായിന്, ഇപ്പൊ ശരിക്കും മാവേലിയായി പോയി. നല്ല രസം. താങ്ക് യു. നല്ല സദ്യ. ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം.